സുവിശേഷത്തിൻ്റെ അനന്യത എന്താണ്? സുവിശേഷം എന്ന് പറയാൻ ഗുഡ് ന്യൂസ് ആണല്ലോ. എന്താണ് ഈ ഗുഡ് ന്യൂസ്? സുവിശേഷത്തിൻ്റെ അനന്യത 8 കാര്യങ്ങളാണ് സുവിശേഷത്തിൻ്റെ അനന്യത. ഒരുപക്ഷെ അതിൽ കൂടുതലായിട്ട് നമുക്ക് പല കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ പറ്റുമായിരിക്കും. പക്ഷേ ഇത് ഈ 8 കാര്യങ്ങൾ എല്ലാ സന്ദേശങ്ങളിൽ നിന്ന് സുവിശേഷത്തെ അനന്യമാകുന്നു. ദൈവം തമ്പുരാൻ ദൈവത്തിൻ്റെ രണ്ടാമത്തെ ആൾ ഭൂമിയിൽ അവതാരം ചെയ്ത് ലോകത്തോട് പറഞ്ഞ ഗുഡ് ന്യൂസ് എന്താണ്? ഒന്നാമത്തെ കാര്യം ഇതാണ്, ആ കാലം വരെ ദൈവത്തെക്കുറിച്ച് ഭീകരനായ വിധിയാളനായി കരുതിയിരുന്നു, ശിക്ഷ സംഹാരകനായി കണ്ടിരുന്നു. അവതാരമെടുക്കുന്ന ദൈവം സംഹാരകനാണ്. ആ തരത്തിൽ തിന്മയില്ലാതാക്കുന്ന സംഹാരകനായിട്ടുള്ള ശിക്ഷിക്കുന്ന വിധിയാളനായ ദൈവത്തെ അവതരിപ്പിക്കുമ്പോൾ മിശിഹാ തമ്പുരാൻ പറഞ്ഞു, എൻ്റെ ദൈവം ഗാഡ് ഈസ് യുവർ ഫ്രണ്ട്, ഗാഡ് ഈസ് യുവർ ഫാദർ, ഗാഡ് ഈസ് സേവിയർ. സംഹാരകനിൽ നിന്ന് രക്ഷകൻ എന്ന തലത്തിലേക്ക് ദൈവത്തിൻ്റെ ചിത്രം വരച്ച് കാണിക്കുന്നു. ലോകം കേട്ട ഏറ്റവും മനോഹരമായ പദം അത് തന്നെയാണ്. അമ്മ, അപ്പൻ, ഇതൊന്നും അല്ലല്ലോ. ഏറ്റവും നല്ല പദം എന്ന് പറയുന്നത് സേവിയർ, രക്ഷകൻ എന്നുള്ള പദമാണ്. അപ്പോൾ ദൈവം നിങ്ങളുടെ പിതാവാണ്, ദൈവം നിങ്ങളുടെ സുഹൃത്താണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഇനിമേൽ നിങ്ങളെ ഞാൻ ദാസരെന്ന് വിളിക്കില്ല, നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ്. ആബാ പിതാവേ എന്ന് ഈശോ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. മനോഹരമായ സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥന. ഒന്നാമത്തെ പ്രധാനപ്പെട്ട സുവിശേഷത്തിൻ്റെ വ്യത്യസ്തത നമ്മളെല്ലാവരോടും പറയും ഗുഡ് ന്യൂസ് എന്ന് പറയും. ഗാഡ് ഈസ് യുവർ ഫ്രണ്ട്, ഗാഡ് ഈസ് യുവർ ഫാദർ, ഗോഡ് ഈസ് സേവിയർ എന്നാണ്. രണ്ടാമത്തെ സുവിശേഷത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദ അൾട്ടിമേറ്റ് മെസ്സേജ് ദ വേൾഡ് ഹാസ് എവർ ഹേർഡ്, റെസറക്ഷൻ എന്നുള്ളതാണ്, ഉദ്ധാനം. അതാണ് പൗലോസ്ലീഹ പറയുന്നത്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസം നിഷ്ഫലവുമാണെന്ന് പറയുന്നത്. അപ്പോൾ ലോകം കേട്ട ഏറ്റവും മഹത്തായ സന്ദേശമാണ്. ഈ സുവിശേഷം മുഴുവൻ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതാണല്ലോ പീഡാസഹനവും കുരിശുമരണവും ഉയർപ്പും മിശിഹാ തമ്പുരാൻ്റെ. അപ്പോൾ എല്ലാ പീഡനങ്ങൾക്കും എല്ലാ സഹനങ്ങൾക്കും അപ്പുറം ഉയിർപ്പുണ്ട്, ഒടുങ്ങാത്ത പ്രത്യാശയാണ്. അതിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് വലിയ സൗഖ്യമാണ്, വലിയ പ്രത്യാശയാണ്. അപ്പോൾ ആ പ്രത്യാശ അതാണ് ഗുഡ് ന്യൂസ്, ലോകം കേൾക്കുന്ന രണ്ടാമത്തെ ഗുഡ് ന്യൂസ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇതാണ്, സഫറിങ് എന്ന് പറയുന്നത് ദിസ് ഈസ് നോട്ട് എ കേഴ്സ്. സഫറിങ് എന്ന് പറയുന്നത്, രോഗം എന്ന് പറയുന്നത്, പിന്നെ ദാരിദ്ര്യം എന്ന് പറയുന്നത്, ഇതൊന്നും ദൈവത്തിൻ്റെ ശാപമല്ല. ബട്ട് ദീസ് ആർ ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ്. ഇത് ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകുന്നതിനാണ് ഇതെല്ലാം. അത് ദൈവമഹത്വത്തിൻ്റെ സന്ദർഭങ്ങളായി കാണാം. നമ്മൾ അൽഫോൻസാമയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. അത് സുവിശേഷം കൊടുക്കുന്ന അനന്യമായ സന്ദേശമാണ്. നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ദർ ഈസ് എ റിട്ടേൺ ഫോർ സിന്നേഴ്സ്. ആ കാലം വരെ പാപികളായ മനുഷ്യർക്ക് തിരിച്ചുവരവില്ലായിരുന്നു, പലരും കൊല്ലപ്പെടുകയായിരുന്നു, ശിക്ഷ പോലും പ്രപ്പോർഷണേറ്റ് അല്ലായിരുന്നു. ഇപ്പോൾ ഒരു സ്ത്രീയുടെ നമ്മൾ കാണുന്നുണ്ട്, ബാഹുബലി എന്ന് പറയുന്ന സിനിമയിൽ ഒരു സ്ത്രീയുടെ കയ്യിൽ പിടിച്ച് അന്നേരം തല വെട്ടിക്കളയുക, അൺപ്രപ്പോർഷണേറ്റ് ആയിട്ടുള്ളതായിരുന്നു. അതിനുശേഷം തിയറി ഓഫ് പണിഷ്മെന്റ് പിന്നെ നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം പിന്നെ റെട്രിബ്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറയുന്ന രീതിയിലെല്ലാം വന്നു. അപ്പോൾ ഇങ്ങനെ തെറ്റ് ചെയ്തവർ ക്രൂരമായി ശിക്ഷിക്കപ്പെടുന്ന, കൊല്ലപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈശോ ധൂർത്തപുത്രന്റെ ഒപ്പം പറഞ്ഞിട്ട് പറയാം, there is a possibility of return for sinners. അപ്പോൾ പാപികൾക്ക് തിരിച്ചു വരാം, മനസാന്തരപ്പെടുക, കണ്ണീരൊഴുക്കി. കൃപാപൂർണനായ ദൈവമാണ് മുമ്പിൽ നിൽക്കുക, സ്നേഹസമ്പൂർണനാണ്. അവിടുത്തെ പക്കൽ കണ്ണീരൊഴുക്കി പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് തിരിച്ചു വരൂ എന്നുള്ള ശക്തമായ മെസ്സേജാണ്. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട മെസ്സേജ് എന്ന് പറയുന്നത് ഇതാണ്, ഹെൽപ്പിംഗ് ദ പൂവർ ഈസ് ഹെൽപ്പിംഗ് ഗോഡ്. നിങ്ങൾ ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അങ്ങനെ ഒരു മെസ്സേജ് ലോകം കേട്ടിട്ട് ഒരു സ്ഥലത്തും ഇല്ല. സാക്ഷാൽ ദൈവം തമ്പുരാൻ ഈശോ മിശിഹ ഭൂമിയിൽ അവതാരം ചെയ്ത് പറഞ്ഞ ഗുഡ് ന്യൂസ് അതാണ്, ദരിദ്രരെ നിങ്ങൾ സഹായിക്കും. ആറാമത്തെ പ്രധാനപ്പെട്ട മെസ്സേജ് എന്ന് പറയുന്ന ഇതാണ്, ദ മെസ്സേജ് ഓഫ് ഫോർഗീവ്നെസ്. ക്ഷമിക്കുക, മറ്റുള്ളവരോട് നിരുപാധികം ക്ഷമിക്കുക. നീ 70 പ്രാവശ്യം ക്ഷമിക്കണം എന്ന് ഈശോ പറയുന്നുണ്ടല്ലോ. അപ്പോൾ പ്രതികാരം എന്ന ചിന്ത അത് മാറ്റുകയാണ്. പ്രതികാര ചിന്ത മാറ്റി ശത്രുവിനോട് പോലും ക്ഷമിക്കുക. ലവ് യുവർ എനിമീസ്. അടുത്ത പ്രധാനപ്പെട്ട സന്ദേശം. ലോകം അങ്ങനെ ഒരു മെസ്സേജ് ഇല്ല, വേറെ ഒരു സ്ഥലത്തും ഇല്ലല്ലോ. അതുകൊണ്ടാണ് സെർമൺ ഓൺ ദ മൗണ്ട് നമ്മൾ പറയുന്നത്,
ഇത് ഹയസ്റ്റ് എത്തിക്കൽ ടീച്ചിങ് ദ വേൾഡ് ഹാസ് എവർ ഹാഡ്. എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ കയറി നിൽക്കുന്ന പോലെയാണ്. ലവ് യുവർ എനിമീസ് എന്ന് പറഞ്ഞിട്ട് ഇനി അപ്പുറത്തേക്ക് ആർക്ക് എന്താണ് പറയാൻ പറ്റുന്നത്? ഒന്നും പറയാൻ പറ്റില്ല, താഴേക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പിന്നീട് വന്ന പല കാര്യങ്ങളിലൊക്കെ അതിന് താഴെയാണ് നിൽക്കുന്നത്, അതിന് മുകളിലേക്കില്ല. ഏഴാമത്തെ പ്രധാന മെസ്സേജ് എന്ന് പറയുന്നത് സാക്രിഫൈസ്. സോ സാക്രിഫൈസ് യുവർ ലൈഫ് ഫോർ യുവർ നെയ്ബർ, അല്ലെങ്കിൽ സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഉദാത്തമായ സബ്ലൈം മെസ്സേജ് ഓഫ് അൾട്രൂയിസം, അത് എത്രയോ മനോഹരമാണ്. ഞാൻ ഓർക്കുന്നത് 2018 എന്ന് പറയുന്ന ഒരുപക്ഷെ കേരള സിനിമാ ചരിത്രത്തിൽ തിയേറ്ററുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം നേടി എന്ന് പറയപ്പെടുന്ന, സത്യസന്ധമായിട്ട് പറയുന്നു, മറ്റൊക്കെ നമുക്കറിയാം പല ഫാൾസ് അതിൻ്റെ പ്രൊമോഷനായിട്ടൊക്കെ പറയുന്നു. ആ ഒരു സിനിമ ഒരു പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഭൂരിഭാഗം പേരും കണ്ട് എന്ന് പറയുന്ന ആ സിനിമയുടെ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു അന്ധനായ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് പോയി ടൊവിനോ അവതരിപ്പിക്കുന്ന കഥാപാത്രം രക്ഷിക്കുകയാണ്. ആ രക്ഷിച്ച് മുകളിലേക്ക് വിടുന്നു, പോകുന്നതിൻ്റെ ഇടയ്ക്ക് കാല് ഉടക്കി ടൊവിനോയുടെ കഥാപാത്രം മരിക്കുകയാണ്. വെള്ളത്തിൽ മരിക്കുമ്പോൾ ഈ ജൂഡ് ആന്റണി അവതരിപ്പിക്കുന്ന വലിയൊരു പിക്ചറുണ്ട്. പ്രതീകാത്മകമായിട്ടൊരു സിനിമയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത്, കൈ ഇങ്ങനെ പിടഞ്ഞ് ആ വെള്ളത്തിൽ ഇങ്ങനെ മരിച്ചു കിടക്കുമ്പോൾ വെള്ളത്തിൽ ഒരു കുരിശ് കിടക്കുന്നതായിട്ടാണ് നമ്മൾ ലോകം കണ്ട ഏറ്റവും വലിയ സാക്രിഫൈസിൻ്റെ വഴിയിൽ നോക്കുക. ഈ ജീവനാർപ്പണത്തെ കൊണ്ടുവന്ന് ആ സിനിമാ സംവിധായകൻ നിർത്തുകയാണ്. അവസാനം എട്ടാമത്തെ, ഇതിലപ്പുറം ഒരുപാട് മെസ്സേജുകൾ, അനന്യതകൾ സുവിശേഷത്തിനുണ്ട്. പക്ഷേ ഇതുപോലെ നമ്മളിവിടെ കാണുന്ന എട്ടാമത്തെ ഇതാണ്, ദ ഡിഗ്നിറ്റി ഓഫ് വിമൻ. സ്ത്രീയുടെ, എന്നെ ഒരു സ്ത്രീയോ പന്നിയോ ആയി സൃഷ്ടിക്കാത്ത ദൈവമേ നന്ദി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്ന യഹൂദരുടെ ഇടയിലാണ് സുവിശേഷത്തിലെ ഏറ്റവും വലിയ മെസ്സേജ് പങ്കുവെക്കാനായിട്ട് ആദ്യം തിരഞ്ഞെടുക്കുന്ന ഒരു സ്ത്രീയാണ്. റെസറക്ഷൻ, ഇതാ മിശിഹ സത്യമായി ഉയർത്തെഴുന്നേറ്റു എന്ന വാർത്ത സ്ത്രീയെ കൊണ്ടാണ് മറ്റുള്ളവരോട് പറയുന്നത്. ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് സ്ത്രീക്കാണ്. അപ്പോൾ ആ തരത്തിൽ സുവിശേഷത്തിൻ്റെ ഈ അനന്യത, അത് നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റുന്നുണ്ടോ? മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ കുട്ടികളെ തന്നെ, വളർന്നു വരുന്ന കുട്ടികളെ തന്നെ എന്താണ് സുവിശേഷത്തിൻ്റെ അമൂല്യത, അനന്യത എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുന്നത്. ഞാൻ ഓർക്കുന്നത് കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരു യൂത്തിൻ്റെ ഒരു മീറ്റിങ്ങിൽ ചെന്നിട്ട്, അത് എവിടെയല്ല, കുറേ പുറത്തൊരു സ്ഥലത്ത് ചെന്നു, ഇന്ത്യയിൽ തന്നെ. അപ്പോൾ അവർ മലയാളികൾ തന്നെയാണ്. അവർ പറയാണ്, 12ാം ക്ലാസ് കഴിഞ്ഞ് ഒരു പയ്യൻ എന്നോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അച്ഛാ ഞങ്ങൾ 12ാം ക്ലാസ് കഴിഞ്ഞ് തൊട്ട അടുത്ത ആഴ്ച ഞങ്ങൾ പള്ളിയുടെ പുറത്ത് നിൽക്കണമെന്ന് തോന്നുന്നത്? അപ്പോൾ എനിക്ക് മറുപടിയൊന്നും ഉണ്ടായി. ഞാൻ ആ യൂത്തിനോട് തന്നെ പറയും, നീ തന്നെ ഒന്ന് പറഞ്ഞ് സത്യസന്ധമായിട്ട് എന്താ അതിന് കാരണം? അപ്പോൾ അവൻ പറഞ്ഞു, ഞങ്ങൾക്ക് വേദപാഠം അനുഭവമായിട്ട് മാറുന്നില്ല, മതബോധനം ഞങ്ങൾക്ക് അനുഭവമായിട്ട് മാറുന്നില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടതാണ്. സുവിശേഷത്തിൻ്റെ അനന്യത എന്താണ് ക്രൈസ്തവ സഭ ലോകത്തിന് നൽകിയ സംഭാവന, എങ്ങനെയാണ് ലോകം ഇന്ന് ജീവിക്കാൻ പറ്റുന്ന നാടാകുന്നത്, എന്തുകൊണ്ടാണ് സുവിശേഷം പങ്കുവയ്ക്കപ്പെടുന്നിടത്ത് ഏറ്റവും ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഓർക്കുക, യുവജനങ്ങളെയൊക്കെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന സിനിമകളിലൂടെയൊക്കെ പർപ്പസ്ഫുള്ളായിട്ട് ഒരു മികച്ച സംവിധായകൻ്റെ 2-3 സിനിമകൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ എല്ലാ സിനിമകളിലും, അയാളുടെ എല്ലാ സിനിമകളിലും അയാൾ പ്രതിസ്ഥാനത്ത് വില്ലനായിട്ട് നിർത്തുന്നത് ക്രിസ്ത്യൻ പേരുള്ള കഥാപാത്രങ്ങളെയാണെന്നുള്ളവർക്ക് അത് നിസ്സാരമാണെന്ന് തോന്നുന്നില്ല. അതിലൂടെ കൊടുക്കുന്ന വളരെ സുവിശേഷത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മെസ്സേജ്. Subscribe now and press the bell icon. Never miss an update.